കണ്ടിട്ട് സങ്കടം തോന്നിയോ? കരച്ചിൽ വന്നോ? അത് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതായിരുന്നു? ഇതിലോ കുറേ സീനുകളുണ്ട്. അച്ഛനും മോനും തമ്മിലുള്ള ബോണ്ടിങ് ഉണ്ടല്ലോ, അത് കാണിക്കുന്നത്. നമുക്ക് ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു 17 പേരാണ് നമുക്ക് ഇന്ന് ഇല്ലാത്തത്. ഇതിലും ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള ആരാണെന്ന് പറയാം? തിലകൻ സാർ മാത്രമല്ല, സിനിമ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് പേര് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ്റെ പഴയ മൂവികളോടാണോ കൂടുതൽ ഇഷ്ടം, അതോ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളാണോ കൂടുതൽ ഇഷ്ടം? പഴയ മൂവിയാണ് ഇഷ്ടം. ഓർത്തെടുത്ത് ഒന്ന് രണ്ടെണ്ണം പറയാൻ പറ്റുമോ? നാടോടിക്കാറ്റ്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ആ ഒരു കാലഘട്ടത്തിലാണ്. ഉള്ളടക്കം അത് വേറെ മൂവിയാണ് ഇഷ്ടമുള്ളത്. അഹം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു 37 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു റിലീസിംഗ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമുക്ക് എന്താ തോന്നുക, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ? ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരുപാട് ലെജൻഡ്സ് അഭിനയിച്ചൊരു പടമല്ലേ, അതിപ്പം വന്ന് കാണാൻ പറ്റിയതിനൊരു ഭാഗ്യം. ജൂലൈ 6, 1989 ജൂലൈ 6 ഇത് റിലീസായത്. ജൂലൈ 7. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് അത് ഇവരുടെ ഒപ്പം ലാലേട്ടനും ഒക്കെ ഉണ്ട്, ഇവരുടെ ഒപ്പം ഇരുന്ന് കാണുമ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റാണ്. ആസ് ആൻ ആർട്ടിസ്റ്റ് ഇത് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് തിയേറ്ററും ഷെയർ ചെയ്യാൻ സാധിച്ചല്ലേ? അതെ, അതൊരു വലിയ ഭാഗ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും 10-ാം തീയതി റിലീസാണ്. അപ്പോൾ എന്തായിരിക്കും ഇത് കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും പോയി കാണുക, എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരുപാട് പേര് അവരുടെ കുട്ടിക്കാലത്ത് കണ്ട ഒരു മൂവിയല്ലേ, ഈ പറഞ്ഞ പോലെ പലരും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവില്ല. നമുക്ക് ഇത്രയധികം ഇതൊന്നും തിയേറ്ററിൽ പോയി കാണുന്നതൊന്നും അത്രയും വന്നിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. സ്വപ്നേച്ചി, ഇതിൽ ഏത് സീനാണ് കൂടുതൽ വിഷമം ഉണ്ടാക്കിയത്? വിഷമമുണ്ടാക്കിയത് നമ്മളെ ലാലേട്ടൻ ആ ടെസ്റ്റൊക്കെ പാസ്സായി ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ആ ലൈഫിലുണ്ടാകുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ. ഇപ്പോൾ അവർ അച്ഛനും മോനും ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും ആ ഒരു ആഗ്രഹത്തിലാണ് അദ്ദേഹം പോലീസ് ആകുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ വെച്ചാൽ ലൈഫ് ടേണിംഗ് പോയിന്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മൈനൊക്കെ എന്താ തകർന്നു പോകുക എന്നൊക്കെ പറയുമല്ലോ, ഫീൽ ചെയ്തു. സങ്കടം ഉണ്ടാക്കി? സങ്കടം